ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ലോറൽ ഈസി ടിപ്സിലേക്ക് സ്വാഗതം. ഇൻഡോർ പ്ലാന്റ്സ്, ഇൻഡോർ വാട്ടർ പ്ലാന്റ്സ്, ഹാങ്ങിങ് ഗാർഡൻ, സ്പൈറൽ ഹാങ്ങിങ് ഗാർഡൻ, വെർട്ടിക്കൽ ഗാർഡൻ എന്നിങ്ങനെയുള്ള പല കാര്യങ്ങളും ഇന്ന് നമ്മൾ കേൾക്കാറുണ്ട്. ഇങ്ങനെയുള്ള ഗാർഡനിങ്ങിന് പറ്റിയ പലതരത്തിലുള്ള പോട്ടുകളും ഇന്ന് മാർക്കറ്റിൽ ലഭ്യമാണ്. നമ്മൾ ചെടിച്ചട്ടി വാങ്ങാൻ പോകുന്നതിന് മുമ്പ് നമ്മുടെ വീട്ടിലുള്ള ചെടികളുടെ സ്വഭാവ രീതി, അതായത് അത് ക്രീപ്പേഴ്സ് ആണോ, ഹാങ്ങിങ്ങിന് പറ്റിയതാണോ, അല്ലെങ്കിൽ കുറ്റിച്ചെടിയായി വളരുന്നതാണോ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ മനസ്സിലാക്കി നമ്മൾ പോട്ടുകൾ സെലക്ട് ചെയ്യുകയാണെങ്കിൽ വളരെ കുറഞ്ഞ ബഡ്ജറ്റിൽ തന്നെ നമ്മൾക്ക് ധാരാളം പോട്ടുകൾ വാങ്ങാവുന്നതാണ്. പോട്ടുകളുടെ വില എന്ന് പറയുന്നത് റീസൈക്കിൾഡ് ആണോ, വിർജിൻ ആണോ, അതുപോലെ തന്നെ ഹോൾസെയിൽ റേറ്റ്, റീറ്റെയിൽ റേറ്റ്, ഇമ്പോർട്ടഡ് ആണോ, ഡ്യൂറബിലിറ്റി, ഇങ്ങനെ പല ഘടകങ്ങളെ ആശ്രയിച്ചിരിക്കും. ഇന്ന് ലഭ്യമായിരിക്കുന്ന കുറച്ച് പോട്ടുകളും അവയുടെ സൈസും അവയുടെ വിലയും എങ്ങനെയാണെന്ന് നമുക്കൊന്ന് കണ്ടു നോക്കാം. ഇപ്പോൾ നമ്മൾ കാണുന്നത് വളരെ ചെറിയ സൈസ് ഒരു പോട്ടാണ്. ഒരു സിംഗിൾ പീസ് റീറ്റെയിലായിട്ട് മേടിക്കുമ്പോഴുള്ള റേറ്റാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഹോൾസെയിലിൽ നമ്മൾക്ക് വില കുറച്ച് കിട്ടുന്നതാണ്. ചെറിയ പോട്ടുകൾ നമ്മൾക്ക് പലതരത്തിൽ ഉപകാരപ്രദമാണ്. ചെറിയ സൈസിലുള്ള വെർട്ടിക്കൽ ഗാർഡൻ പ്ലാന്റ്സ് വെക്കുന്നതിനും, അതുപോലെ തന്നെ പ്രൊപ്പഗേറ്റ് ചെയ്തെടുത്ത ചെറിയ തൈകൾ വെക്കുന്നതിനും, ഇൻഡോർ പ്ലാന്റ്സ് വെക്കുന്നതിനുമൊക്കെ ഈ സൈസിലുള്ള ചെടിച്ചട്ടികൾ നമ്മൾക്ക് നല്ലതാണ്. അതോടൊപ്പം തന്നെ നമ്മുടെ പോട്ട് പഴയ പോട്ടാണ്, ബ്ലാക്ക് കളർ പോട്ടൊക്കെ ആണെങ്കിൽ ഇതിൽ നമ്മൾക്ക് ഇറക്കി വെച്ച് ഇങ്ങനെ ഭംഗിയാക്കാവുന്നതാണ്. ഇപ്പോൾ കാണുന്ന ഈ മൾട്ടി കളർ സ്മോൾ പോട്ട് നമ്മളുടെ ഗ്ലൂമി ആയിട്ടുള്ള ഏരിയകളെയൊക്കെ നല്ല വൈബ്രൻ്റ് ആക്കാനായിട്ടും സക്കുലൻസ് പോലെയുള്ള ചെറിയ ചെടികളൊക്കെ വെക്കാനായിട്ട് ഉപയോഗിക്കാം. അതുപോലെ തന്നെ ഒരു നൈലോൺ ത്രെഡ് ഉപയോഗിക്കുകയാണെങ്കിൽ ഹാങ്ങിങ് ഗാർഡൻ ഉണ്ടാക്കുന്നതിനും നമ്മൾക്ക് ഈ പോട്ട് ഉപയോഗിക്കാവുന്നതാണ്. നല്ല കട്ടിയുള്ള പ്ലാസ്റ്റിക്കും നല്ല ഡ്യൂറബിൾ ആയിട്ടുള്ള പോട്ടാണ് ഇത്. വളരെ കളർഫുള്ളാണ്. ഇതുപോലെയുള്ള ചെറിയ ചെടികളൊക്കെ വെക്കാനായിട്ട് വളരെ ഉപകാരപ്രദമായ ഒരു പോട്ടാണിത്. ഇനി ലോ കോസ്റ്റിലുള്ള ഒരു മീഡിയം സൈസ് പോട്ടാണ് ഇത്. ചെറിയ സൈസിലുള്ള കലാത്തിയ, അഗ്ലോണിമ അല്ലെങ്കിൽ ഇലച്ചെടികളൊക്കെ വെക്കാൻ ഉപയോഗിക്കാം. കുറച്ചു കാലമായി നമ്മൾ കേൾക്കാറുള്ള ഒരു പോട്ടാണ് സെൽഫ് വാട്ടറിംഗ് പോട്ട്. ഈ പോട്ടിന് 2 ഭാഗമാണ് ഉള്ളത്. ഈ ലിഡ് പോലുള്ള ഭാഗത്ത് നമ്മൾ വെള്ളമൊഴിച്ച് വെക്കുന്നു. മറ്റേ ബോട്ടം ഭാഗത്ത് ധാരാളം ഹോൾസുകളുണ്ട്. ആ ഹോൾസ് വഴി നല്ല ഡെവലപ്ഡ് ആയിട്ടുള്ള റൂട്ട്സ് ഉള്ള ഒരു ചെടിക്ക് വെള്ളം വലിച്ചെടുക്കാവുന്നതാണ്. സെൽഫ് വാട്ടറിംഗ് പോട്ട് നമ്മൾ തിരഞ്ഞെടുക്കുമ്പോൾ അതിൽ വെക്കുന്ന ചെടിയെ പറ്റിയും അതിൻ്റെ റൂട്ട് സിസ്റ്റത്തെ പറ്റിയും നമ്മൾ നല്ലതുപോലെ മനസ്സിലാക്കിയിരിക്കണം. ഈ ഹോൾ വഴിയാണ് നമ്മൾ വെള്ളം ഒഴിച്ച് കൊടുക്കുന്നത്. ഇപ്പോൾ നമ്മൾ ദൂരെയൊക്കെ ആണെങ്കിൽ ചെടിക്ക് വെള്ളം ഒഴിക്കാനുള്ള സാഹചര്യം ഇല്ലെങ്കിൽ ഇതുപോലുള്ള പോട്ടുകൾ നമ്മൾക്ക് ഉപകാരപ്രദമാണ്. എങ്കിലും നമ്മുടെ ചെടിയുടെ റൂട്ട് സിസ്റ്റം ഇതിലൂടെ കടന്നു പോകുന്നുണ്ടോ, അതിന് വെള്ളം വലിച്ചെടുക്കാൻ പറ്റുന്നുണ്ടോ ഒക്കെയൊന്ന് നമ്മൾ ചെക്ക് ചെയ്യേണ്ടതാണ്. അതുപോലെ തന്നെയുള്ള വേറൊരു മോഡൽ, കുറച്ചും കൂടി വലിപ്പമുള്ള മോഡൽ ചെടിച്ചട്ടിയാണ് ഇത്. ഇതിന് ഇങ്ങനെ 2 പാർട്ടുണ്ട്. ഈ ബ്ലാക്ക് പാർട്ടിലാണ് നമ്മൾ ചെടി വെക്കുന്നത്. ധാരാളം ഹോൾസ് കാണാം വെള്ളം വലിച്ചെടുക്കുന്നതിന്. ഈ ബ്ലാക്ക് പാർട്ടിൽ നമ്മൾ ചെടി വെച്ചിട്ട് ആ കളർഫുൾ പാർട്ടിൽ ഇറക്കി വെക്കുകയാണ് ചെയ്യുന്നത്. നല്ല കളർഫുള്ളായിട്ട് നല്ല ഭംഗി തരുന്ന പോട്ടാണ് ഇത്. അതുപോലെ തന്നെ വേറെ ഒരു സെൽഫ് വാട്ടറിംഗ് പോട്ടാണ് ഇത്. നമ്മൾക്ക് ഇതുപോലെയുള്ള ചെറിയ ബ്ലാക്ക് കളറ് പോട്ടിൽ ചെടി വെച്ചിട്ട് ഇതിനകത്ത് ഇറക്കി വെക്കാവുന്നതാണ്. അപ്പോൾ നമ്മളതിൻ്റെ റൂട്ട് സിസ്റ്റം ഒക്കെ ചെക്ക് ചെയ്തിട്ട് നമ്മളതിൽ ഇറക്കി വെക്കുക. അതായത് സെൽഫ് വാട്ടറിംഗ് പോട്ട് നമ്മൾ തിരഞ്ഞെടുക്കുമ്പോൾ ആ ചെടിയെ പറ്റി നമ്മൾക്ക് നല്ലൊരു ധാരണ ഉണ്ടാകുന്നത് നല്ലതാണ്. ഇപ്പോൾ കാണുന്നത് സിങ്കോണിയം എന്ന ചെടിയാണ്. അത് ഒരു ബ്ലാക്ക് പോട്ടിൽ വളർത്തിയെടുത്തിരിക്കുന്നു. അത് ഈ ഗ്രീൻ പോട്ടിൽ നമ്മൾക്ക് വെക്കാവുന്നതാണ്. അഗ്ലോണിമ പോലെയുള്ള കുറച്ച് വലിയ ചെടികളൊക്കെ വളർത്തിയെടുക്കാനായിട്ട് ഇതുപോലെയുള്ള വലിയ സൈസ് പോട്ടുകൾ ഉപയോഗിക്കുന്നതാണ് നല്ലത്. കുറച്ച് വിത്തുകളൊക്കെ അതിലായി കഴിയുമ്പോഴത്തേക്കും നമ്മൾക്ക് മാറ്റി വെക്കാവുന്നതാണ്. സിസി പ്ലാന്റ് വെക്കാനായിട്ട് പറ്റിയൊരു ചെടിച്ചട്ടിയാണ് ഇത്. അതിൻ്റെ വളർച്ചാ രീതിക്ക് പറ്റുന്ന തരത്തിലുള്ള ഒരു സ്ക്വയർ ഷേപ്പ് പോട്ടാണ് ഇത്. ഇപ്പോഴുള്ള ഇൻഡോർ പ്ലാന്റിൽ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പ്ലാന്റാണ് സിസി പ്ലാന്റ്. കളറ് ഫെയ്ഡ് ആകാത്ത നല്ല ഡ്യൂറബിലിറ്റി ഉള്ള അൺബ്രേക്കബിൾ ആയിട്ടുള്ള ഒരു പോട്ടാണ് ഇത്. ബ്രാൻഡഡ് കമ്പനിയുടെ പോട്ടാണ്. ഈ പോട്ടിൽ നമുക്ക് അഗ്ലോണിമ പോലെയുള്ള ചെടികളൊക്കെ വെക്കാം. ധാരാളം തൈകൾ പൊട്ടി വന്നാലും റൂട്ട് സിസ്റ്റം ഡെവലപ്പ് ആയാലും പെട്ടെന്നൊന്നും പൊട്ടിപ്പോകാത്ത തരത്തിലുള്ള പോട്ടാണ് ഇത്. ഇത് വേറെ ഒരു ബ്ലാക്ക് പോട്ടാണ്.
ലോ കോസ്റ്റിൽ കിട്ടുന്ന ഒരു പോട്ടാണ് ഇത്. ഇനി നമ്മൾക്ക് കുറച്ച് ഹാങ്ങിങ് പോട്ടുകൾ പരിചയപ്പെടാം. ഇപ്പോൾ കാണുന്നത് ടെറ കളറിലുള്ള ഒരു പോട്ടാണ്. വളരെ കോമൺ ആയിട്ട് നമ്മൾക്ക് അവൈലബിൾ ആണ്. ഹാങ്ങിങ് പോട്ടുകളുടെ കൂടെ തന്നെ നമ്മൾക്ക് അതിന് ചേർന്ന ഹാങ്ങറും അല്ലെങ്കിൽ കൊയർ അല്ലെങ്കിൽ ക്ലിപ്സ്, ചെയിന് ഇങ്ങനെയുള്ള കാര്യങ്ങളും ലഭ്യമാണ്. മൾട്ടി കളറിൽ ഈ പോട്ടുകൾ ലഭ്യമാണ്. അതോടൊപ്പം തന്നെ കിട്ടുന്ന ഈ കൊയറിൻ്റെ നീളത്തിനനുസരിച്ച് ചിലപ്പോൾ അതിൻ്റെ വിലയിലും വ്യത്യാസങ്ങൾ കണ്ടെന്നിരിക്കാം. ഹാങ്ങിങ് പോട്ട് നമ്മൾ വാങ്ങിക്കുമ്പോഴത്തേക്കും ചിലപ്പോൾ അതിൻ്റെ ഹാങ്ങർ പോട്ടോട് തന്നെ ചേർത്ത് അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ടായിരിക്കാം, ഇല്ലെങ്കിൽ ചെയിൻ മോഡലായിരിക്കാം, കൊയർ മോഡലായിരിക്കാം, അങ്ങനെ പലതരത്തിലുണ്ട്. ഇനി ഇതൊന്നുമില്ലെങ്കിൽ ചെടിച്ചട്ടി മേടിച്ച് നമ്മൾക്ക് ഹോളിട്ട് ഹാങ്ങിങ് ഗാർഡൻ നിർമ്മിക്കാവുന്നതാണ്. ഹാങ്ങിങ് ഗാർഡൻ എങ്ങനെയാണ് നിർമ്മിക്കുന്നതിനുള്ള ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. സിമ്പിളായിട്ടുള്ള നൈലോൺ പ്ലാസ്റ്റിക് ഉപയോഗിച്ച് നമ്മൾക്ക് ഹാങ്ങിങ് ഗാർഡൻ ഉണ്ടാക്കാവുന്നതാണ്. ഇതൊക്കെ സാധാരണയായിട്ട് മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള പോട്ടുകളാണ്. നമ്മൾക്ക് പോട്ടോട് കൂടി തരുന്ന ഹാങ്ങർ ഉപയോഗിച്ച് നമ്മൾ വീട്ടിൽ ചെടി തൂക്കിയിടുമ്പോൾ നമ്മുടെ കൈ എത്തുന്ന ദൂരത്തിൽ ചിലപ്പോൾ വെള്ളം ഒഴിക്കാൻ കഴിഞ്ഞെന്ന് വരില്ല. അതിനുള്ള ഒരു എളുപ്പ മാർഗമാണ് പോട്ട് മേടിക്കുക. അതിനുശേഷം നൈലോൺ പ്ലാസ്റ്റിക് ഉപയോഗിച്ച് നമ്മൾ തന്നെ വീട്ടിലെ ഹൈറ്റിനനുസരിച്ച് പോട്ട് തൂക്കിയിടുന്ന രീതി വളരെ നല്ലതാണ്. ഇനി വേറൊരു മോഡലാണ് വെർട്ടിക്കൽ ഗാർഡൻ. എല്ലാവർക്കും വളരെ ഫെമിലിയർ ആയിട്ടുള്ള ഒരു രീതിയാണ് ഇത്. ഇതിൽ സിങ്കോണി എന്ന് പറഞ്ഞ ചെടിയാണ് വെച്ചേക്കുന്നത്. അധികം ഉയരം വരാത്ത തരത്തിലുള്ള സിങ്കോണിയം ചെടികൾ വെക്കുന്നത് നല്ലതാണ്. അരേലിയ, ബോട്ട് ലില്ലി, സ്പൈഡർ പ്ലാന്റ് അങ്ങനെയുള്ള പല ചെടികളും നമുക്ക് വെർട്ടിക്കൽ ഗാർഡനിൽ വെക്കാവുന്നതാണ്. വളരെ ഫെമിലിയർ ആയിട്ടുള്ള ഓർക്കിഡ് പോട്ടാണ് ഇത്. അടുത്ത ഒരു മോഡൽ എന്ന് പറയുന്നത് ബോൺസായി ചെടിച്ചട്ടികളാണ്. ബോൺസായി ചെടി വളർത്തുന്നതോടൊപ്പം തന്നെ നമ്മൾക്ക് ഇതിൽ 10 മണി ചെടികൾ, അല്പം വിശാലമായിട്ടുള്ള ചെടികളൊക്കെ നമുക്ക് വളർത്തിയെടുക്കാവുന്നതാണ്. അതുപോലെ തന്നെ ചെടികളൊക്കെ പ്രൊപ്പഗേറ്റ് ചെയ്ത് പുതിയ പുതിയ തൈകൾ ഉണ്ടാക്കുന്നതിനും ഈ ചട്ടി ഉപകാരപ്രദമാണ്. വേറെ ഒരു മോഡൽ എന്ന് പറയുന്നത് സീഡ് ട്രേ ആണ്. ഈ സീഡ് ട്രേയിൽ 50 കുഴികളാണ് ഉള്ളത്. വിത്തുകളൊക്കെ പാകി മുളപ്പിച്ചെടുക്കാനായിട്ട് ഉപകാരപ്രദമായ ഉള്ള ഒരു ട്രേ ആണ് ഇത്. ഇനി നമുക്ക് അല്പം വലിയ മോഡൽ ഒരു ചെടിച്ചട്ടി കാണാം. ഈ ചെടിച്ചട്ടി ഏകദേശം 3 വർഷമായിട്ട് ഞാൻ ഉപയോഗിക്കുന്നു. റെസീന എന്ന് പറഞ്ഞ പ്ലാന്റ് ആണ് ഇതിലുള്ളത്. കളറ് ഫെയ്ഡാകാത്ത അൺബ്രേക്കബിൾ ആയിട്ടുള്ള ഒരു ചെടിച്ചട്ടിയാണ് ഇത്. ഇന്ന് നമ്മൾ കുറച്ച് ചെടിച്ചട്ടികളുടെ സൈസും വിലയും മനസ്സിലാക്കി. ഈ വീഡിയോ നിങ്ങൾക്കെല്ലാവർക്കും ഉപകാരപ്രദമായെന്ന് കരുതുന്നു. നിങ്ങളെല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുമെന്ന് ഉറപ്പുണ്ട്. അതോടൊപ്പം തന്നെ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ചെയ്യുക. താങ്ക് യു വെരി മച്ച് ഫോർ വാച്ചിങ് മൈ ചാനൽ. ഹാവ് എ നൈസ് ഡേ.